1. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? എ. ഫെബ്രുവരി 19, ബി. ഫെബ്രുവരി 20, സി. ഫെബ്രുവരി 21, ഡി. ഫെബ്രുവരി 22. ശരി ഉത്തരം ഓപ്ഷൻ സി ഫെബ്രുവരി 21. 2. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം പ്രഖ്യാപിച്ച സംഘടന ഏത്? എ. യുനിസെഫ്, ബി. യുനെസ്കോ, സി. UNDP, ഡി. WHO. ശരി ഉത്തരം ഓപ്ഷൻ ബി യുനെസ്കോ. 3. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം പ്രഖ്യാപിച്ച വർഷം ഏത്? എ. 1997, ബി. 1998, സി. 1999, ഡി. 2000. ശരി ഉത്തരം ഓപ്ഷൻ സി 1999. 4. ആദ്യമായി അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ആചരിച്ചത് ഏത് വർഷം? എ. 2000, ബി. 2001, സി. 2002, ഡി. 2003. ശരി ഉത്തരം ഓപ്ഷൻ എ 2000. 5. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന് പ്രേരണയായ ഭാഷാ പ്രക്ഷോഭം നടന്ന രാജ്യം ഏത്? എ. ഇന്ത്യ, ബി. നേപ്പാൾ, സി. പാകിസ്ഥാൻ, ഡി. ബംഗ്ലാദേശ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. 6. 1952 ഭാഷാ പ്രക്ഷോഭം നടന്ന നഗരം ഏത്? എ. കൊൽക്കത്ത, ബി. ധാക്ക, സി. കരാച്ചി, ഡി. ലാഹോർ. ശരി ഉത്തരം ഓപ്ഷൻ ബി ധാക്ക. 7. 1952 ഭാഷാ പ്രക്ഷോഭം നടന്നപ്പോൾ ആ പ്രദേശം ഏത് രാജ്യത്തിന്റെ ഭാഗമായിരുന്നു? എ. ബ്രിട്ടീഷ് ഇന്ത്യ, ബി. പാകിസ്ഥാൻ, സി. ബർമ, ഡി. ശ്രീലങ്ക. ശരി ഉത്തരം ഓപ്ഷൻ ബി പാകിസ്ഥാൻ. 8. 1952 ഭാഷാ പ്രക്ഷോഭം ഏത് ഭാഷയുടെ അംഗീകാരത്തിനായിരുന്നു? എ. ഹിന്ദി, ബി. ഉറുദു, സി. ബംഗാളി, ഡി. തമിഴ്. ശരി ഉത്തരം ഓപ്ഷൻ സി ബംഗാളി. 9. ഭാഷാ ഷഹീദുകളെ സ്മരിക്കാൻ നിർമ്മിച്ച സ്മാരകം ഏത്? എ. ലാൽബാഗ് കോട്ട, ബി. ഷഹീദ് മിനാർ, സി. ജാതീയ സ്മാരക, ഡി. വിക്ടോറിയ മെമ്മോറിയൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി ഷഹീദ് മിനാർ. 10. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം പ്രഖ്യാപിച്ച സ്ഥാപനം ആസ്ഥാനം ഏത് നഗരത്തിലാണ്? എ. ജിനീവ, ബി. ന്യൂയോർക്ക്, സി. പാരിസ്, ഡി. വിയന്ന. ശരി ഉത്തരം ഓപ്ഷൻ സി പാരിസ്. 11. യുനെസ്കോ പൂർണ്ണരൂപമെന്ത്? എ. യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് സോഷ്യൽ ഓർഗനൈസേഷൻ, ബി. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, സി. യൂണിവേഴ്സൽ നെറ്റ്വർക്ക് ഫോർ എഡ്യൂക്കേഷൻ സയൻസ് ഓർഗനൈസേഷൻ, ഡി. യുണൈറ്റഡ് നേഷൻസ് എൻവയറൺമെന്റൽ സയന്റിഫിക് കൗൺസിൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. 12. ബംഗ്ലാദേശിൽ ഫെബ്രുവരി 21 അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എ. വിജയം ദിനം, ബി. റിപ്പബ്ലിക് ദിനം, സി. സ്വാതന്ത്ര്യദിനം, ഡി. ഷഹീദ് ദിനം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ഷഹീദ് ദിനം. 13. ഭാഷാ പ്രക്ഷോഭം നടന്ന വർഷം ഏത്? എ. 1948, ബി. 1950, സി. 1952, ഡി. 1954. ശരി ഉത്തരം ഓപ്ഷൻ സി 1952. 14. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട പ്രമേയം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വർഷം ഏത്? എ. 2006, ബി. 2007, സി. 2008, ഡി. 2009. ശരി ഉത്തരം ഓപ്ഷൻ സി 2008. 15. ഭാഷാ പ്രക്ഷോഭം പ്രധാനമായും നയിച്ചത് ആരാണ്? എ. കർഷകർ, ബി. വിദ്യാർത്ഥികൾ, സി. വ്യവസായികൾ, ഡി. സൈനികർ. ശരി ഉത്തരം ഓപ്ഷൻ ബി വിദ്യാർത്ഥികൾ. 16. ഷഹീദ് മിനാർ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്തിലാണ്? എ. ഇന്ത്യ, ബി. നേപ്പാൾ, സി. ബംഗ്ലാദേശ്, ഡി. ഭൂട്ടാൻ. ശരി ഉത്തരം ഓപ്ഷൻ സി ബംഗ്ലാദേശ്. 17. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ഏത്? എ. കുൽന, ബി. ധാക്ക, സി. രാജ്ഷാഹി, ഡി. സിൽഹറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ധാക്ക. 18. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയ വർഷം ഏത്? എ. 1969, ബി. 1970, സി. 1971, ഡി. 1972. ശരി ഉത്തരം ഓപ്ഷൻ സി 1971.
19 യുനെസ്കോയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നല്ലാത്തത് ഏത്? എ. അറബിക്, ബി. റഷ്യൻ, സി. പോർച്ചുഗീസ്, ഡി. ചൈനീസ്. ശരി ഉത്തരം ഓപ്ഷൻ സി പോർച്ചുഗീസ്. 20 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ത്? എ. വ്യവസായ വളർച്ച, ബി. ഭാഷാ വൈവിധ്യ സംരക്ഷണം, സി. സൈനിക ഐക്യം, ഡി. നികുതി പരിഷ്കാരം. ശരി ഉത്തരം ഓപ്ഷൻ ബി ഭാഷാ വൈവിധ്യ സംരക്ഷണം. 21 1952 ഭാഷാ പ്രക്ഷോഭം നടന്ന മാസം ഏത്? എ. ജനുവരി, ബി. ഫെബ്രുവരി, സി. മാർച്ച്, ഡി. ഏപ്രിൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി ഫെബ്രുവരി. 22 മാതൃഭാഷാ ദിന പ്രമേയം യുനെസ്കോയിൽ മുന്നോട്ടുവച്ച രാജ്യം ഏത്? എ. ഇന്ത്യ, ബി. ശ്രീലങ്ക, സി. ബംഗ്ലാദേശ്, ഡി. നേപ്പാൾ. ശരി ഉത്തരം ഓപ്ഷൻ സി ബംഗ്ലാദേശ്. 23 ഭാഷാ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സർവകലാശാല ഏത്? എ. കൊൽക്കത്ത സർവകലാശാല, ബി. ധാക്ക സർവകലാശാല, സി. മദ്രാസ് സർവകലാശാല, ഡി. ഡൽഹി സർവകലാശാല. ശരി ഉത്തരം ഓപ്ഷൻ ബി ധാക്ക സർവകലാശാല. 24 ഫെബ്രുവരി 21 അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷത്തിലാണ്? എ. 1998, ബി. 1999, സി. 2001, ഡി. 2002. ശരി ഉത്തരം ഓപ്ഷൻ ബി 1999. 25 ഭാഷാ ഷഹീദുകൾ ആരെ സൂചിപ്പിക്കുന്നു? എ. സ്വാതന്ത്ര്യ സമരസേനാനികൾ, ബി. ഭാഷയ്ക്കായി ജീവത്യാഗം ചെയ്തവർ, സി. സൈനിക വീരന്മാർ, ഡി. രാഷ്ട്രീയ നേതാക്കൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി ഭാഷയ്ക്കായി ജീവത്യാഗം ചെയ്തവർ. 26 യുനെസ്കോ ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത്? എ. 1945, ബി. 1946, സി. 1947, ഡി. 1948. ശരി ഉത്തരം ഓപ്ഷൻ എ 1945. 27 യുനെസ്കോയുടെ പ്രധാന ലക്ഷ്യമെന്ത്? എ. സാമ്പത്തിക വായ്പ നൽകൽ, ബി. വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം പ്രോത്സാഹനം, സി. സൈനിക കൂട്ടായ്മ, ഡി. ആഗോള വ്യാപാരം നിയന്ത്രണം. ശരി ഉത്തരം ഓപ്ഷൻ ബി വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം പ്രോത്സാഹനം. 28 1952 ഭാഷാ പ്രക്ഷോഭം ഏത് മേഖലയിലാണ് നടന്നത്? എ. പാശ്ചാത്യ പാകിസ്ഥാൻ, ബി. കിഴക്കൻ പാകിസ്ഥാൻ, സി. വടക്കൻ ഇന്ത്യ, ഡി. തെക്കൻ ഇന്ത്യ. ശരി ഉത്തരം ഓപ്ഷൻ ബി കിഴക്കൻ പാകിസ്ഥാൻ. 29 ഫെബ്രുവരി 21 ആചരിക്കുന്നത് ഏത് ആശയം ശക്തിപ്പെടുത്താൻ? എ. ഏകഭാഷാ നയം, ബി. ഭാഷാ ഏകാധിപത്യം, സി. ബഹുഭാഷാ വിദ്യാഭ്യാസം, ഡി. ഭാഷാ നിരോധനം. ശരി ഉത്തരം ഓപ്ഷൻ സി ബഹുഭാഷാ വിദ്യാഭ്യാസം. 30 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ഉയർത്തിപ്പിടിക്കുന്നത് എന്ത്? എ. ഭാഷാ സമത്വം, ബി. സാമ്പത്തിക പരിഷ്കാരം, സി. സൈനിക ശക്തി, ഡി. രാഷ്ട്രീയ ഐക്യം. ശരി ഉത്തരം ഓപ്ഷൻ എ ഭാഷാ സമത്വം.